അടുത്തതായിട്ട് പൈത്തണിനകത്ത് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഫോർ ലൂപ്പാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബാക്കി ലാംഗ്വേജസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ഐട്രേഷൻ ആണ് അല്ലേ. ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി ഫോർ ലൂപ്പ് തന്നെ, അതായത് പൈത്തണിനകത്ത് ഏത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും രണ്ട് ടൈപ്പ് ഉണ്ട്. ഡെഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്യുന്ന ലൂപ്പുണ്ട്, ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്യുന്ന ലൂപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പറഞ്ഞിട്ട് അത്രയും നമ്പർ ഓഫ് ടൈംസ് ഒരു ലൂപ്പ് വർക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറയും, ആ കണ്ടീഷനെ ബേസ് ചെയ്ത് ആ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് അപ്പോഴെല്ലാം തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഫോൾസ് ആവുന്ന സമയത്ത് അത് ടെർമിനേറ്റ് ചെയ്യുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോർ ലൂപ്പാണ് ഇൻഡെഫിനിറ്റ് ഫോർ ലൂപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്യുന്ന ലൂപ്പിനെ കുറിച്ചാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഫംഗ്ഷനെ പരിചയപ്പെടാം. റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട് പൈത്തണിനകത്ത്. റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. റേഞ്ച് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 മുതൽ 0 to 4-1 3 വരെയുള്ള വാല്യൂസിൻ്റെ ആ ഒരു റേഞ്ചാണ് ഈ റേഞ്ച് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് ഓഫ് 4 എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു വാല്യൂ കൊടുത്തിട്ട് ആ വാല്യൂവിൻ്റെ റേഞ്ച് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ ആ വാല്യൂ -1 വരെയുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇനി ഇത് തന്നെ നമുക്കിങ്ങനെ എഴുതാം, റേഞ്ച് 1,5 എന്ന് കൊടുക്കാം. 1,5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 1 മുതൽ 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. എപ്പോഴും നമ്മൾ അപ്പർ ലിമിറ്റ് എന്ത് കൊടുക്കുന്നോ അതിൽ നിന്ന് -1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ റേഞ്ചിൽ വാല്യൂവിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ ഇത് ഡൗൺവേർഡ്സ് ആയിട്ട് നമുക്ക് വരണമെങ്കിൽ, ഡൗൺവേർഡ്സ് ആയിട്ട് നമുക്ക് വാല്യൂസ് കിട്ടണമെങ്കിൽ 10,1, -1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 10 മുതൽ 1 വരെയുള്ള വാല്യൂസ് എടുക്കും. അത് 10, 9, 8, 7 ഇങ്ങനെ എടുക്കും. കാരണം ഇവിടെ സ്റ്റെപ്പാണ്, ഇതെന്ന് പറയുന്നത് സ്റ്റെപ്പാണ് വരുന്നത്. ഇത് അപ്പർ ലിമിറ്റ്, ഇത് ലോവർ ലിമിറ്റ്, ഇത് സ്റ്റെപ്പ്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ നിന്ന് എത്ര വീതം കുറഞ്ഞു വരണം എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി റേഞ്ച് ഫംഗ്ഷൻ്റെ ഇതെന്ന് പറയുന്നത് ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റുമാണ്. നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുന്നത് മൈനസ് വരുന്ന സമയത്ത് അത് കുറഞ്ഞു വരും. സ്റ്റെപ്പ് പ്ലസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ കൂടി പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് എന്താണോ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ഡീഫോൾട്ടായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് 0 മുതൽ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 വരെ പോകുന്നു. ഇവിടെ 1 മുതൽ 1 വീതം ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 വരെ പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. 4 ഇവിടെ ഒരു വേരിയബിളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, വേരിയബിള്. പിന്നെ റേഞ്ച് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റേഞ്ച്, അതിനകത്ത് എന്താണോ എക്സ്പ്രഷൻ വരുന്നത് അത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കോളൻ വരുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് എൽസ് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരേണ്ട ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ഒരു ടാബ് കഴിഞ്ഞിട്ട് ഒരു ഇൻഡൻറ്റേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. നമ്മൾ C++ലും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫോർ ലൂപ്പ് ഒക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 2 ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും യൂസ് ചെയ്യും. അതേസമയം പൈത്തണിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ അല്ല. പകരം എന്താണ്, നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻഡൻറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടോ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ട് കൺസിഡർ ചെയ്യും. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഈ ലൂപ്പിന് പുറത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇൻഡൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അതായിരിക്കും വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് n നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. n നാച്ചുറൽ നമ്പേഴ്സ്. സോ അപ്പം n ആണ് അല്ലേ. അപ്പോൾ n-ൻ്റെ വാല്യൂ നമുക്കറിയണം. സോ n-നെ റീഡ് ചെയ്യണം. n = ഇൻറ്റീജർ ഓഫ്
ഇൻപുട്ട് എൻ്റർ n റീഡ് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഇവിടെ 4 കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ i എന്ന് കൊടുക്കുന്നു. ദെൻ റേഞ്ച് എടുക്കുന്നു, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. കാരണം എനിക്ക് 1 മുതൽ n വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 ആണ് എൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിവിടെ 1 കൊടുക്കുന്നില്ല എങ്കിൽ അത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1 കൊടുത്തു. 1 കൊടുത്തതിന് ശേഷം n ആണ് എനിക്കിവിടെ എന്താണ് അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു റേഞ്ച് ഫംഗ്ഷൻ്റെ അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നതിന് -1 ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ +1 ചെയ്ത് കൊടുത്തു, കോളൻ. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിനകത്ത് 1,n+1 എന്ന് പറയുമ്പോൾ 1 മുതൽ n വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ആ ഓരോ വാല്യൂവിനെ ആയിട്ട് നമ്മൾ എടുത്ത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ആ ഓരോരോ വാല്യൂസ് ആയിട്ട് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് i എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫോർ i റേഞ്ച് ഓഫ് 1,n+1 അതിനകത്ത് ഞാനിവിടെ പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. പ്രിന്റിനകത്ത് ഐനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആദ്യം ഐയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കും. സോ പ്രിന്റ് i എന്ന് പറയുമ്പോൾ 1 പ്രിന്റ് ചെയ്യും. അടുത്ത് റേഞ്ചിനകത്ത് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി മാറും. സോ ഇവിടെ ഐനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 2 പ്രിന്റ് ചെയ്യും. ഇനി റേഞ്ചിൽ അടുത്ത വാല്യൂ 3 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആയി, നമുക്കിവിടെ 3 പ്രിന്റ് ചെയ്യും. ഇങ്ങനെ n വരെയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ C++, C++ലൊക്കെ എഴുതുമ്പോഴത്തേനും ഒരു കുറച്ചുകൂടി ലെങ്ത് ഉള്ള പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് ആകെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഐനെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും. ആ സെറ്റ് ഓഫ് വാല്യൂസ് ഓരോന്നായിട്ട് ഐട്രേറ്റ് ചെയ്ത് നമുക്ക് ഐക്കകത്തോട്ട് എടുക്കാൻ പറ്റും. അതാണ് ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ പ്രോഗ്രാംസ് പറയാം. ഇതിപ്പം നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു, അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റേഞ്ചിൽ. അതായത് നിങ്ങൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്ത് ചെയ്യണം? യൂസറുടെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് അത് റേഞ്ചിൽ കൊടുത്ത് നിങ്ങൾ ആ അത്രയും സ്പെസിഫിക് റേഞ്ചിലുള്ള ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഒക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കറിയാം. ഇപ്പം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ 1 × 3 = 3, 2 × 3 = 6, ഇങ്ങനെ പോകണം അല്ലേ? അപ്പോൾ ആദ്യം നമ്മളിവിടെ 3യുടെ വാല്യൂവിനെ റീഡ് ചെയ്യണം. 3, അതായത് ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ 3 ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ 3നെ റീഡ് ചെയ്യണം. അതുപോലെ ഒന്നുകിൽ നമുക്ക് 12 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യാം, അതല്ല എങ്കിൽ ഈ റേഞ്ചും വേണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്ത് എടുത്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രോഗ്രാംസ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഫോർ ലൂപ്പ് വെച്ചിട്ട്. അത് മാത്രമല്ല വേറെയും സിമ്പിളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾ C++, C++ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസ് ഒക്കെ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നത്. അപ്പം എത്ര പ്രോഗ്രാംസ് നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്തടുത്ത വീഡിയോസ് വരുമ്പോൾ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് അതിൻ്റെ പ്രോഗ്രാംസും കൂടി ഞാൻ എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതും ചെയ്തു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പോർഷൻ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എഴുതാനായിട്ട് പറ്റണം.
ഓക്കെ, അപ്പം നിങ്ങൾ പ്രോഗ്രാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് പ്രോഗ്രാംസ് നന്നായിട്ട് എഴുതാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പം അതിൽ നിങ്ങളുടെയും കൂടി കുറച്ച് എഫേർട്ട് ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി എടുക്കുക. ഓക്കെ.